ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൗശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് ടെക്സ് 2025 പരിപാടിയെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. അസംസ്കൃത വസ്തുക്കൾ മുതൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വരെയുള്ള മുഴുവൻ തുണിത്തരങ്ങളുടെയും മൂല്യ ശൃംഖലയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഭാരത് ടെക്സ് 2025. ഇന്നലെ ആരംഭിച്ച പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലഹരിയുടെ വിപത്തിനെതിരെ അടുത്ത അധ്യയന വർഷം സർക്കാർ വലിയ ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി മാഫിയകൾ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിടുന്നതായും ഇത് സാമൂഹ്യ വിപത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡിന്റെ ഉദ്ഘാടനവും വഖഫ് ബോർഡിന്റെ കോഴിക്കോട് മേഖലാ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽ മേള വിജ്ഞാന ആലപ്പുഴ SD കോളേജിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കോട്ടയം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പഠനം വിലക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനം. കോട്ടയം സ്വദേശികളായ സാമുവൽ ജോൺസൺ, വിവേക്, മലപ്പുറം സ്വദേശികളായ രാഹുൽ രാജ്, റിജിൽ ജിത്ത്, വയനാട് സ്വദേശി ജീവ എന്നിവരുടെ പഠനത്തിനാണ് വിലക്കേർപ്പെടുത്താൻ തീരുമാനമായത്. വയനാട് വിഷയത്തിൽ കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഭരണഘടനാപരമായ അവകാശമാണെന്നും എന്നാൽ കേന്ദ്രം അനുവദിച്ചത് ഉപാധികളോടെയുള്ള വായ്പ മാത്രമാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. അനുവദിച്ച വായ്പ ഉപയോഗിക്കുമെന്നും നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ ആഗോള വെല്ലുവിളികൾ നേരിടാൻ സജ്ജരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തലത്തിലേക്ക് എത്തിക്കുന്നതിന് തന്ത്രപരമായ ഇടപെടലുകളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുരസ്കാരങ്ങൾ കൊച്ചിയിൽ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ സമ്പത്താണെന്നും അവ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റേത് എന്ന പോലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ചുമതലയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. കാസർഗോഡ് AKSTU 28ാം വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ചൂട് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ മോഹൻ ബഗാൻ 2 ഗോളുകൾ നേടി. മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം രാത്രി 11 മണി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം വഡോദരയിൽ പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 14.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രമാണ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റിനെക്കുറിച്ചും പുതിയ ആദായ നികുതി ബിൽ അവതരിപ്പിച്ചുമുള്ള ധനമന്ത്രിയുടെ പ്രസംഗം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സംസ്ഥാന സർക്കാരുമായി നടത്തിയ ചർച്ച സമവായത്തിൽ എത്താത്തതിനാൽ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രി വീണ ജോർജുമായി ആശാവർക്കർമാരുടെ പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയിരുന്നു. സുപ്രധാന വിഷയങ്ങളിലൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചില്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു. കോട്ടയത്തും സമീപ ജില്ലകളിലും ഉൾപ്പെടെ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. കോട്ടയത്ത് ഈ വർഷം ഇതുവരെ 8 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായും DMO അറിയിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് സഹപാഠികളുമൊത്ത് ഐസ്ക്രീം കഴിക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾക്ക് തടവും പിഴയും ശിക്ഷ. പ്രതികളായ ഹാരിസ്,
ഫൈസൽ എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.